Hello, I am Anu V from St. Peter's College, Kolancheri. ഈ വീഡിയോയിൽ സമ്മേഷൻ ഓഫ് സീരീസിലെ ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: സം ദ സീരീസ് 1/2 സൈൻ ആൽഫ പ്ലസ് 1/3/2 × 4 സൈൻ 2 ആൽഫ പ്ലസ് എക്സെട്ര. ഈ ടൈപ്പ് പ്രോബ്ലം നമ്മൾ C+IS മെത്തേഡ് ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്യുന്നത്. സൈനിന്റെ ടേംസ് ആണ് ഉള്ളത് എങ്കിൽ ആ സീരീസിനെ നമ്മൾ എസ് എന്ന് ഡിനോട്ട് ചെയ്യുക. സൈൻ മാറ്റി നമ്മൾ കോസ് ആക്കി എഴുതുക, അതിനെ നമ്മൾ സി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആ സി എഴുതുമ്പോൾ എപ്പോഴും ഒരു 1 കൂടെ ആഡ് ചെയ്യാറുണ്ട്. അതിന്റെ കാരണം ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മളൊരു ഐഡന്റിറ്റി യൂസ് ചെയ്യും. മെജോറിറ്റി ഐഡന്റിറ്റിയിൽ ഒരു ഫസ്റ്റ് ടേം 1 കയറി വരാറുണ്ട്. അതുകൊണ്ടാണ് അത് കോമ്പൻസേറ്റ് ചെയ്യാനാണ് നമ്മൾ ഈ 1 ആഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ C+IS കണ്ടുപിടിക്കുന്നു. അതായത് ഈ എസിലുള്ള ഓരോ ടേമിനെയും ഐ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് സിയുടെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ ലൈക്ക് ടേംസ് ക്ലബ് ചെയ്ത് എഴുതുക. അപ്പോൾ ഈ 1ന്റെ കൂടെ ക്ലബ് ചെയ്യാൻ ആരെയും കിട്ടില്ല, അപ്പൊ അത് 1 തന്നെ എഴുതുന്നു. പിന്നെ ഈ രണ്ട് ടേം കമ്പൈൻ ചെയ്ത് എഴുതാം. അപ്പോൾ അവിടെ 1/2 കോമൺ ആയിട്ടുണ്ട്. കോസ് ആൽഫ പ്ലസ് ഇവിടെ ഐ മൾട്ടിപ്ലൈ ചെയ്യണം, അപ്പോൾ ഐ സൈൻ ആൽഫ. ഇവിടെയും 1/3/2 × 4 കോമൺ ആയിട്ട് എടുക്കുന്നു. കോസ് 2 ആൽഫ പ്ലസ് ഐ സൈൻ 2 ആൽഫ പ്ലസ് എക്സെട്ര. ഇനി കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ e⁻i⁻θ ആണ്. ആ ഒരു വ്യത്യാസം നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ വരുത്തുന്നു. അപ്പോൾ ഈ ഒരു ടേമിന് പകരം e⁻i⁻α. ഇവിടെ നമുക്ക് തീറ്റയുടെ സ്ഥാനത്ത് 2 ആൽഫ ആണ്, അപ്പൊ e⁻i⁻2α. ഇവിടെ നമുക്ക് തീറ്റയുടെ സ്ഥാനത്ത് 3 ആൽഫ ആണ്, അപ്പൊ അവിടെ e⁻i⁻3α. ഇനി ഈ e⁻i⁻2α എന്ന് പറയുന്നത് e⁻iα the whole square ആണ്. x⁻m the whole raised to n, അതാണ് x⁻mn. അപ്പോൾ ഇതിനെ നമുക്ക് e⁻iα the whole square എന്ന് എഴുതാം. ഈ ടേം e⁻iα the whole cube. ബാക്കി കോഎഫിഷ്യന്റ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഇപ്പോ ഇരിക്കുന്നത് ദാ ഈ ഒരു ഐഡന്റിറ്റിയുടെ ഫോർമാറ്റിൽ ആണ്. അതായത് 1 + 1/2x, ദാ 1/2 e⁻iα. എക്സിന്റെ സ്ഥാനത്ത് e⁻iα. 1/3/2 × 4 x². അപ്പോൾ 1/3/2 × 4 e⁻iα². അപ്പോൾ ഈ ഒരു ഐഡന്റിറ്റി ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. എക്സിന്റെ സ്ഥാനത്ത് e⁻iα ആണെന്ന് മാത്രം. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ഈ ഒരു ഐഡന്റിറ്റി കാണാതെ പഠിച്ചിരിക്കണം. അപ്പോൾ ഈ ഐഡന്റിറ്റി ഇത് = 1 - x the whole raised to -1/2 ആണ്. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് e⁻iα അത് കൊടുക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ അഗെയിൻ ഈ e⁻iα പകരം കോസ് ആൽഫ പ്ലസ് ഐ സൈൻ ആൽഫ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ മൈനസ് ഈ രണ്ട് ടേമിനും കൊടുക്കും. അതായത് ഈ ഉള്ളിലെ ബ്രാക്കറ്റ് കളയുന്നു. അപ്പൊ രണ്ട് ടേമും നെഗറ്റീവ് ആയിട്ട് വരും. ഓക്കെ, ഇനി 1 - കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ 2 sin² α/2 ആണ്. ഇനി സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ അത് 2 sin α/2 cos α/2 ആണ്. +2 ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള ഐഡന്റിറ്റി അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 1 - കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ 2 sin² α/2. സൈൻ ആൽഫ എന്ന് പറഞ്ഞാൽ 2 sin α/2 cos α/2. ഇനി അപ്പോൾ പവർ അവിടെ അങ്ങനെ തന്നെ ഉണ്ട്, -1/2. ഈ രണ്ട് ടേമിലും കോമൺ ആയിട്ട് 2 sin α/2 ഉണ്ട്. അത് നമ്മൾ ഔട്ട്സൈഡ് എടുക്കുന്നു. ഔട്ട്സൈഡ് എടുക്കുമ്പോൾ അതിനും ഈ പവർ കൊടുക്കണം. അപ്പോൾ 2 sin α/2 the whole raised to -1/2. ബാക്കി ഫസ്റ്റ് ടേമിൽ അവശേഷിക്കുന്നത് sin α/2. സെക്കൻഡ് ടേമിൽ ബാക്കി ഉള്ളത് -i cos α/2. ഓക്കെ, ഇനി ഈ ടേമില് നമുക്ക് cos തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ അതിനെ e⁻iθ എന്ന് എഴുതാമായിരുന്നു. അതായത് ഐ വരേണ്ടത് സൈനിന്റെ കൂടെയാണ്. ഇവിടെ പക്ഷെ അങ്ങനെയല്ല. അപ്പോ ഈ ഐ സൈനിന്റെ കൂടെ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഐഡന്റിറ്റി
നമ്മുടെ കോസ് പൈ ബൈ ടു മൈനസ് തീറ്റ ഇസ് ഈക്വൽ ടു സൈൻ പൈ ബൈ ടു ആണ്. അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സൈൻ ആൽഫ ബൈ ടുവിന് പകരം ഞാൻ കോസ് പൈ ബൈ ടു മൈനസ് ആൽഫ ബൈ ടു എഴുതുന്നു. അതുപോലെ സൈൻ പൈ ബൈ ടു മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് കോസ് തീറ്റയാണ്. അപ്പോൾ ഈ കോസ് ആൽഫ ബൈ ടുവിന് പകരം സൈൻ പൈ ബൈ ടു മൈനസ് ആൽഫ ബൈ ടു എഴുതുന്നു. ഇത് ഇങ്ങനെ എഴുതുന്നത് എന്നാലാണ് നമുക്ക് ഈ ഒരു എക്സ്പ്രഷനെ ഇ റേസ് ടു ഐ തീറ്റ ആ ഫോർമാറ്റിട്ട് എഴുതാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ്. ഈ ഫസ്റ്റ് ടേം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു, പവർ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇപ്പൊ ഇത് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ, അത് ഇ റേസ് ടു മൈനസ് ഐ തീറ്റ ആണ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ഈ ടേം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്തു. ഇതിന് പകരം ഇ റേസ് ടു മൈനസ് ഐ ഈ ഒരു ആംഗിള് ഞാൻ കോമൺ ഡിനോമിനേറ്റർ 2 ആയിട്ട് എഴുതിയിരിക്കുന്നു എന്നേ ഉള്ളൂ. പൈ മൈനസ് ആൽഫ ബൈ ടു. ഇപ്പൊ ഇത് എക്സ് റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന ഫോർമാറ്റിലാണ്. ഇത് എക്സ് റേസ് ടു എം എൻ, ഈ പവറുകൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ്, രണ്ട് നെഗറ്റീവ് ആകുമ്പോൾ പോസിറ്റീവ് ആകും, ഡിനോമിനേറ്റർ 4 ആകും. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇത് ഇ റേസ് ടു ഐ തീറ്റ എന്ന ഫോർമാറ്റിലാണ്. അതിന് വീണ്ടും നമ്മൾ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ അത് അപ്ലൈ ചെയ്ത് എഴുതുന്നു. അപ്പൊ ഈ ടേം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതെന്ന് പറഞ്ഞാൽ കോസ് പൈ മൈനസ് ആൽഫ ബൈ 4 പ്ലസ് ഐ സൈൻ പൈ മൈനസ് ആൽഫ ബൈ 4. നമ്മുടെ ക്വസ്റ്റ്യൻ സൈൻ ഉൾപ്പെടുന്ന ടേം ആയിരുന്നു. അപ്പോൾ സി പ്ലസ് ഐ എസ്, അതിലെ ഇമാജിനറി പാർട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സ്പ്രഷനിൽ ഇമാജിനറി പാർട്ട് വരുന്നത് ഈ പുറത്ത് കിടക്കുന്ന ടേമും പിന്നെ സൈനിന്റെ ടേമും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്പൊ നമ്മൾ ഇമാജിനറി പാർട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. അതായത് ഇവിടുത്തെ ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ 2 സൈൻ ആൽഫ ബൈ 2 ദ ഹോൾ റേസ് ടു മൈനസ് 1 ബൈ 2 ഇൻറ്റു സൈൻ പൈ മൈനസ് ആൽഫ ബൈ 4. ഇതിനെയാണ് നമ്മൾ എസിനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആയിരുന്നത്. So the required answer is this one. Okay. Thank you.